ദർശ ചെല്ല്. നോ, എൻ്റെ പൊന്നല്ലേ, പോയി പഠിക്കുന്നേ. നോ. തുമ്പി തള്ളി വിടുന്നതനുസരിച്ച് ചെക്കൻ തിരിച്ചു വരുന്നുണ്ട്. രണ്ടിൻ്റെയും കളി നോക്കി പലരും നിൽക്കുന്നുണ്ടെങ്കിലും ഇരുവരും അവരുടെ മാത്രം ലോകത്താണ്. 2 ദിവസത്തെ അവധി കഴിഞ്ഞു വന്നതിൻ്റെ മടിയാണ് അവന്. 1ാം ക്ലാസ്സിൽ ആദ്യമായി കുഞ്ഞിനെ കൊണ്ടിരുത്തുന്ന അവസ്ഥയിലാണ് തുമ്പി. ആരെയും അനുസരിക്കില്ല അവൻ. വിചാരിക്കുന്നതെന്തോ അത് മാത്രമേ ചെയ്യൂ. അതിന് തുമ്പി പറഞ്ഞാൽ പോലും കേൾക്കില്ല. ദർശ, എന്നെ നല്ല ചെക്കനല്ലേ, പ്ലീസ്. അവൾ ഇങ്ങനെയൊക്കെ കൊഞ്ചുന്നത് കേൾക്കാൻ തന്നെ അവന് വലിയ ഇഷ്ടമാണ്. അതിൻ്റെ കുറുമ്പും ആവോളമുണ്ട്. എല്ലാം ആദ്യമായി അറിയുന്നതിന് അനുഭൂതിയാണ്. ഓക്കെ, ഞാനിപ്പോൾ പോയാൽ നീ എനിക്ക് എന്ത് തരും? തിരിഞ്ഞു നിന്ന് പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതേ തുമ്പി എന്ന് ഞെട്ടി. അവൻ്റെ ആവശ്യങ്ങളൊക്കെ എങ്ങനെയുള്ളതാകുമെന്നുള്ള ഏകദേശ ധാരണ പെണ്ണിനുണ്ട്. അതോർക്കെ തുമ്പി മുഖം വീർപ്പിച്ച് നോക്കിയതും അവിടെ കള്ളച്ചിരിയാണ്. പറവേദ. അതെ, നീ പോവണ്ട, ഞാൻ പൊക്കോളാം, പ്രശ്നം തീർന്നല്ലോ. ദേഷ്യത്തോടെ പറഞ്ഞിട്ട് തിരിഞ്ഞതേ ആ കയ്യിൽ പിടിച്ചു വലിച്ച നെഞ്ചിലേക്കിട്ടവൻ. തുമ്പി പകച്ചുകൊണ്ട് ചുറ്റും നോക്കി. ഒരാൾ പോലും ഇല്ലാതെ ആ കോമ്പൗണ്ട് മുഴുവനും ശൂന്യമായിരുന്നത് കണ്ടതും തുമ്പിയുടെ മിഴികളിൽ അതിശയം നിറഞ്ഞു, ഒപ്പം സംശയവും. അതേ ചിന്തയോടെ തന്നെ മുഖമുയർത്തി നോക്കിയതും കണ്ടു ഇമച്ചിമാതെ തന്നെ നോക്കി നിൽക്കുന്നവനെ. ദർശ, വിട്ടേ, ഇത് കോളേജാണ്, ഇറ്റ്സ് നോട്ട് ഫെയർ. തുമ്പി ശാസനയോട് പറഞ്ഞു കൊടുത്തിട്ടും അവിടെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഒരേ ഒരു കാര്യം പറഞ്ഞിട്ട് എൻ്റെ തുമ്പിയെ വിട്ടേക്കാം, എന്നിട്ട് ഞാനും ക്ലാസ്സിൽ പോയിക്കോളാം. ശിവ പറഞ്ഞു നിർത്തുമ്പോൾ ഇവൻ ഇത്ര പെട്ടെന്ന് നന്നായോ എന്ന ചിന്തയായിരുന്നു തുമ്പിയിൽ. ശിവ ഒരു ചിരിയുടെ മുഖം കുനിച്ച് മിഴി നോക്കുന്ന തുമ്പിയുടെ കവളിൽ ഒന്ന് ചുംബിച്ചു. തുമ്പി അതേ നിൽപ്പാണ്, സ്റ്റക്കായ പോലെ. ആരെങ്കിലും കാണുമോ നോക്കുവോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അവളിൽ. നീലം മിഴികൾ വെപ്രാളത്തോടെ ചുറ്റും പായുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ വേദ, ഞാൻ കാണേണ്ടത് ഞാൻ മാത്രമേ കാണൂ എന്ന്. അതുപോലെ നമ്മുടെ മാത്രമായ നിമിഷങ്ങളും എന്നും എപ്പോഴും സ്വകാര്യമായിരിക്കും. അതിനി എവിടെയായാലും എപ്പോഴായാലും ഒരാൾ പോലും എൻ്റെ അനുവാദമില്ലാതെ നോക്കില്ല. നീ ശരിക്കും ആരാ ദർശ? അവൻ പറയുന്ന കേട്ടും അറിയാതെ തന്നെ ചോദിച്ചു പോയവൾ. ഇത്രയും ഉറപ്പോടെ അവൻ തനിക്ക് വാക്ക് തരണമെങ്കിൽ ഒന്നും വെറുതെ പറയുന്നതല്ലെന്ന് ഉറപ്പാണ്. അതിനുദാഹരണമാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്ന ചുറ്റുപാട്. ഏയ്, മതി ചിന്തിച്ചിരുന്നത്, ബാക്കി നമുക്ക് ഫ്ലാറ്റിൽ പോയിട്ട് ആലോചിക്കാം. ഇനിയല്ല, ഇപ്പം തന്നെ നിനക്ക് ആലോചിക്കണമെന്നാണെങ്കിൽ ഞാൻ നിന്നെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകാം, എന്നിട്ട് ഒരുമിച്ചിരുന്ന് ഇന്ന് മുഴുവനും ആലോചിക്കാം. എന്തു പറയുന്നു മൈ വൈഫി? കുറുമ്പോടെ ചിരിച്ചുണ്ടവൻ ചോദിക്കുമ്പോൾ തുമ്പി വീണ്ടും അവനെ കൂർപ്പിച്ചു നോക്കി. അത്ര നേരം ചിന്തിച്ചു കൂട്ടിയതെല്ലാം ചെക്കൻ്റെ ആ ഡയലോഗിൽ അവളിൽ നിന്ന് മാഞ്ഞു പോയിരുന്നു. തുമ്പി പോലും അറിയാതെ അവളെന്ന് ചിന്തിക്കണം എന്നുള്ളത് പോലും അവൻ്റെ നിയന്ത്രണത്തിലായതുപോലെ. ലവ് യു വേദ, ആൻഡ് ഐ മിസ് യു. തന്നെ നോക്കി നിൽക്കുന്നവളോടായി അത്രമേൽ പ്രണയത്തോടെ പറഞ്ഞിട്ട് ആ നിറകിൽ ചുണ്ടു ചേർത്ത് വെച്ചവൻ തുമ്പിയൊന്ന് ചിരിച്ചു. 1 അവർ കാണത്തിരിക്കുന്നതിനാണോ ദർശ ഈ മിസ് യു? കളിയോട് ചോദിക്കുന്നവളെ അടുത്ത നിമിഷം മുഖം വീർപ്പിച്ച് നോക്കിയവൻ. ആ വീർപ്പിക്കൽ കണ്ട് തുമ്പിയൊന്ന് ഇളിച്ചു കാണിച്ചു. അല്ലെങ്കിലും എനിക്കറിയാം നീ എന്നെ മിസ് ചെയ്യില്ലെന്ന്. കുറച്ചു സമയം എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു തീരുന്നതിന് മുൻപേ ആ നെഞ്ചിൽ ഒരിടി കൂടി കൊടുത്ത് തിരിഞ്ഞോടി തുമ്പി. അല്ലെങ്കിൽ ആ ഡയലോഗിൻ്റെ അവസാനം എവിടെ എങ്ങനെയായിരിക്കുമെന്ന് അവൾക്കറിയാം. ആ പരിഭവം പറച്ചിൽ വളർന്നൊരു പിണക്കമാകുമെന്നും ആ പിണക്കത്തിനൊടുവിൽ അവൻ്റെ വാശി ജയിക്കുമെന്നും ഒരു ചിരിയോടെ നെഞ്ചിൽ പതിയെ തഴുകിക്കൊണ്ട് അവനും മുന്നോട്ട് നടന്നു. നന്ദു എന്താ വരാത്തിന്ന്? തുമ്പിയാണ്. ആദ്യത്തെ അവർ ലേറ്റ് ആയതുകൊണ്ടൊന്നും ചോദിക്കാനോ പറയാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് അടുത്ത പീരീഡിനുള്ള ബെല്ലടിച്ചു കഴിഞ്ഞപ്പോഴാണ് തുമ്പി ആദ്യോട് ചോദിക്കുന്നത്. അറിയില്ല തുമ്പി, വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല അവൾ. ആദ്യം മറുപടി നൽകി. അവൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദ്യ? നിനക്കങ്ങനെ തോന്നിയോ? പക്ഷേ അവളോട് ചോദിക്കാൻ മടി പോലെ, അതാ. തുമ്പിയുടെ മറുപടി കേൾക്കെ ശിവത എന്ന ചിഹ്നവും അവളുടെ കയ്യിൽ മുറുക്കിയൊന്ന് പിടിച്ചു. എന്തോ വല്ലാത്തൊരു സ്നേഹം തോന്നി അവൾക്ക്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന കൂട്ടുകാരിയാണ് തുമ്പി എന്നുള്ള സന്തോഷം വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാനാവാത്തത് കൊണ്ട് ചെയ്തതാണവൾ. ആദ്യയുടെ ഉള്ളിലും അതേ ചിന്തയായിരുന്നു, പറയാതെ തന്നെ തങ്ങളെ മനസ്സിലാക്കുന്നതിലുള്ള സന്തോഷം. എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ആണോ? ഏയ്, നമുക്കിടയിൽ അങ്ങനെ ഒന്നുണ്ടോ? പിന്നെ അവളായിട്ടൊന്നും പറയാത്തത് കൊണ്ടാണ്, മനഃപൂർവ്വമല്ല. അതിനുള്ള സമയം സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആദ്യം പറഞ്ഞതും കാര്യമായി തന്നെ എന്തോ പ്രശ്നം നന്ദുവിനുണ്ടെന്ന് തോന്നി തുമ്പിക്ക്. നന്ദുവിൻ്റെ ഫാമിലിയെക്കുറിച്ച് നിനക്കറിയുന്നതല്ലേ? ഒത്തിരി പ്രാരാബ്ദങ്ങളുള്ളവരാണ്. അവൾക്കൊരു ചേച്ചി കൂടിയുണ്ട്, നന്ദിത. ഒരുപാട് കഷ്ടപ്പെട്ട നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ആ കുടുംബം നോക്കുന്നത്. അവർക്ക് 2 പേർക്കും അതറിയാം.
നന്നായി പഠിച്ചൊരു പേരുദോഷവും കേൾപ്പിക്കാതെ തന്നെയാണ് ഇരുവരും ജീവിച്ചതും. നന്ദിത ചേച്ചി ഒരുപാട് പാവമാണ്. നമ്മുടെ നന്ദുവിൻ്റെ നേരെ ഓപ്പോസിറ്റ് സ്വഭാവം. ആരെങ്കിലും ഒന്ന് കണ്ണൂട്ടിയാൽ പോലും കരയുന്ന ടൈപ്പ്. ചേച്ചി കോളേജിൽ പഠിക്കുന്ന ടൈമാണ് ഒരു അഫയർ ഉണ്ടാവുന്നത്. അതും ഏത് വലിയ വീട്ടിലെ കോടീശ്വരനെ. അതൊക്കെ അറിയുന്നത് കൊണ്ട് തങ്ങളുടെ അവസ്ഥ എന്തെന്ന ബോധ്യമുള്ളത് കൊണ്ടും ചേച്ചിയുള്ളിൽ ഇഷ്ടമുണ്ടായിരുന്നിട്ട് കൂടി പ്രകടിപ്പിക്കാതെ ഇരുന്നതാണ്. പക്ഷേ എപ്പോഴൊക്കെയോ ചേച്ചി പോലും അറിയാതെ ആ ഇഷ്ടം പുറത്തേക്ക് വന്നു. എന്നിട്ടെന്താ, തൻ്റെ ആവശ്യം കഴിഞ്ഞ് ഒരു കുഞ്ഞിനെയും കൊടുത്ത് അയാളങ്ങ് പോയി. ദുഷ്ടൻ. തുമ്പിയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു. അയാളുടെ വീട്ടുകാർ കുറേ പണമെല്ലാം കൊടുത്ത് ചേച്ചിയുടെ കല്യാണം നടത്താൻ പറഞ്ഞു. സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ ചേച്ചിയെ നമ്മുടെ നന്ദുവിനെ കുറേ ഗുണ്ടകളെ കൊണ്ട് പിടിച്ചു വെച്ച് ഭീഷണിപ്പെടുത്തി. അനിയത്തെ രക്ഷിക്കാൻ ചേച്ചിക്ക് അവർക്കൊപ്പമുള്ള ഒരു റൗഡിയെ തന്നെ വിവാഹം കഴിക്കേണ്ടി വന്നു. ആദ്യം പറഞ്ഞു നിർത്തുമ്പോൾ തുമ്പി ഒരു ഞെട്ടലോടെ നോക്കി നിൽപ്പുണ്ട്. എടി, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ആദ്യ, ഇവിടെ പോലീസ് നിയമമൊന്നുമില്ലേ? തുമ്പിയുടെ മുഖം ചുവന്നു. ഒപ്പം നന്ദുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വേദനയും. ഇതൊക്കെ ഉള്ളിലൊതുക്കി ചിരിച്ച് കളിച്ച് നടക്കുന്നവളെ ഓർക്കെ തുമ്പിയുടെ കണ്ണു നിറഞ്ഞു. ആദിക്കും ചിന്നുവിനും വല്ലാത്ത സ്നേഹം തോന്നി അവളോട്. പരിചയപ്പെട്ടിട്ട് കൂട്ടുകൂടിയിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. എന്നിട്ടും തങ്ങളിൽ ഒരാൾക്ക് വേണ്ടി അവളുടെ കണ്ണു നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഉള്ളിൽ ആ സൗഹൃദത്തിന് എത്രമാത്രം മൂല്യമുണ്ടായിരിക്കുമെന്നാണ് ഇരുവരും ചിന്തിച്ചത്. എന്നിട്ട് എന്തുണ്ടാവാനാ? ചേച്ചി കുറെ അനുഭവിച്ചു. ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അയാൾ. ഒപ്പം അയാൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ചേച്ചിയെ. ആദ്യം പറയാനാവാതെ നിർത്തി. തുമ്പി നിറഞ്ഞ കണ്ണുകൾ പോലും തുടയ്ക്കാനാവാതെ നിൽപ്പുണ്ട്. നീ ചോദിച്ചില്ല തുമ്പി, പോലീസ് നിയമം എന്നൊക്കെ? പണമുള്ളവരുടെ കൂടെ നിൽക്കുന്ന നിയമമല്ലേ? അയാളെന്തോ കേസിൽപ്പെട്ട് ഇതുവരെ ജയിലിലായിരുന്നു. എന്നാ പുറത്തിറങ്ങുന്നതൊന്നും അറിയില്ല. ആദ്യം പറഞ്ഞതും തുമ്പിക്ക് ദേഷ്യവും സങ്കടവും എല്ലാം കൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടും എന്നോട് പറയാതിരുന്നത് എന്താ നിങ്ങൾ? ഞാൻ നിങ്ങൾക്ക് ആരും? അങ്ങനെയാണോ തുമ്പി? നീ ഞങ്ങളുടെ എല്ലാം തുമ്പിപ്പെണ്ണല്ലേ? നീ ഒരുപാട് പ്രശ്നത്തിലല്ലായിരുന്നോ? പരിചയപ്പെട്ടതിൻ്റെ പിറ്റേന്ന് തുടങ്ങി നിന്റെ അവസ്ഥ എന്തായിരുന്നു? ആദ്യം ചോദിക്കുമ്പോൾ തുമ്പിക്കും ഉത്തരമില്ലായിരുന്നു. ശരിയാണ്, തൻ്റെ പ്രശ്നങ്ങൾ ഒഴിഞ്ഞൊരു നേരം പോലും ഇല്ലായിരുന്നു. അതിനിടയിൽ ഇതൊന്നും അന്വേഷിക്കാനുള്ള സമയം തനിക്കുണ്ടായില്ല. തുമ്പിക്കും എന്തോ കുറ്റബോധം തോന്നി. താൻ വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രശ്നമാണ് നന്ദുവിൻ്റെ എന്നുറപ്പാണ്. ആരവേട്ടനോട് പറഞ്ഞാൽ ഏട്ടൻ തന്നെ എല്ലാത്തിനും പരിഹാരം കാണും. എന്നാൽ നമുക്കെന്നാ നന്ദുവിൻ്റെ വീട് വരെ പോയാലോ? എനിക്കെന്തോ അവളെയും ചേച്ചിയും കുഞ്ഞിനെയും ഒക്കെ കാണുമെന്ന് തോന്നുന്നു. ഒപ്പം അവൾ വരാത്തത് എന്താണെന്നും കൂടി അറിയാലോ. തുമ്പി എന്തോ ഓർത്തതുപോലെ വേഗം പറഞ്ഞതും ആദ്യം ചിനുവും വേഗം തന്നെ സമ്മതം പറഞ്ഞു. എന്നാ ആ കൊരങ്ങന്മാരെ കൂടി വിളിക്കാം. അപ്പുറത്തിരുന്ന് ഫോണിൽ തോണ്ടുന്ന മൂന്നെണ്ണത്തിനെയും നോക്കിക്കൊണ്ട് തുമ്പി പറഞ്ഞതും ആദ്യം അവർ വിളിക്കാൻ പോയി. ചിന്നൂസ്, ഞാൻ എൻ്റെ ചെക്കനോട് ഒന്ന് പറഞ്ഞിട്ട് വരാമേ. ചിന്നുൻ്റെ താടിയിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചുകൊണ്ട് തുമ്പി പറഞ്ഞതും ചിന്നു തലയാട്ടി സമ്മതം പറഞ്ഞു. മുന്നിൽ ക്ലാസ് നടക്കുമ്പോഴും പുറത്തേക്ക് നോക്കി അലസമായിരിക്കുവാണ് ശിവ. ഉള്ളു നിറയെ ഒരു വെള്ളിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഒന്നിലും ശ്രദ്ധിക്കാനാവുന്നില്ല. അവളിൽ നിന്നും കുഞ്ഞൊരു അകലം പോലും ആഗ്രഹിക്കാത്ത മനസ്സും ശരീരവുമാണിപ്പോൾ. ദർശ എന്ന് വിളിച്ച് പുറകെ വരുന്നവൾ. എപ്പോഴും ആ വിളി കാതിൽ മുഴങ്ങുന്ന പോലെ. കണ്ണടച്ചാലും തുറന്നാലും ആ നീലമിഴികൾ മാത്രമാണ് മുന്നിൽ. നെഞ്ചിലേക്ക് പതിയെ കൈ ചേർത്ത് വെച്ചവൻ. വേദ, ലവ് യു. പെണ്ണ് വീണ്ടും മൂളയതും അവളുടെ മുഖം തൻ്റെ നെഞ്ചിൽ നിന്നും പിടിച്ചുയർത്തി ഒന്ന് കൂർപ്പിച്ച് നോക്കിയവൻ. അവിടെ കുറുമ്പ് നിറഞ്ഞൊരു ചിരിയാണ്, തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചിരി. അടുത്ത നിമിഷം അവളെ കൊണ്ട് ഒന്നും മറിഞ്ഞ പെണ്ണിൻ്റെ മുകളിലായി ബെഡിൻ്റെ ഇരുവശത്തും കൈകുത്തി നിന്നവൻ ചിരിയോടെ നോക്കിയതേയുള്ള തുമ്പി. കുറുമ്പാണോ തുമ്പി? ആണെങ്കിൽ എനിക്കും തോന്നും കുറുമ്പ് കാണിക്കാൻ. പതിയെ പറയുന്നവൻ. ആ കണ്ണിൽ മറ്റെന്തോ ഭാവമാണ്. തുമ്പിയുടെ കവിളിനെ ഒന്നാകെ ചുവപ്പിക്കാൻ കഴിവുള്ള ഭാവം. പെണ്ണിൻ്റെ ചിരി മാഞ്ഞു. നീലമിഴികൾ ഒന്ന് പിടഞ്ഞു. അത്രമേൽ ആ നോട്ടം തന്നെ തളർത്തുന്നത് അവൾ അറിഞ്ഞു. ദർശ, പതിയെ വിളിച്ചവൾ. മെല്ലെന്ന് മോളിയതേയുള്ള ശിവ. ഞാൻ നീ കുഞ്ഞാണെന്നല്ലേ? സാരമില്ല, ഞാൻ എൻ്റെ തുമ്പിയെ വെറുതെ കൊഞ്ചിക്കുകയുള്ളൂ. വിറയ്ക്കുന്ന അവളെ ചുണ്ടുകളിൽ മാത്രം ഉറ്റുനോക്കിയാണ് പറിച്ചത്. തുമ്പി അവനെ നോക്കാനാവാതെ ഒന്ന് പിടഞ്ഞു. പ്രണയം നിറച്ചു തന്നെ നോക്കുന്നവൻ. വെറുതെ പോലും നോക്കിയാൽ ആ മിഴികളിൽ കൊടിഞ്ഞിപ്പോകും അവൾ. ഒരു ചിരിയോടെ പതിയെ മുഖം കുനിച്ച് അവളുടെ മുഖമാകെ ചുണ്ടു ചേർത്ത് വെച്ച് ശിവ. പതിയെ, അത്രയും പതിയുള്ള ചുംബനം. തുമ്പിയുടെ കൈകൾ അവൻ്റെ നഗ്നമായി തോളിലും ഇടുപ്പിലുമായി മുറുകി. ഇരുവരുടെയും ശ്വാസനിശ്വാസങ്ങൾ ഒരുപോലെ ഉയർന്നു. പീരീഡ് അവസാനിച്ചുകൊണ്ടുള്ള ബെൽ മുഴങ്ങിയതും ചെവിയൊന്ന് ഞെട്ടി. ഒരു ചിരിയോടെ മുടികളിൽ കൈ കടത്തി കുടഞ്ഞു വിട്ടവൻ.
അവളുടെ ഓർമ്മകൾ പോലും അവൻ്റെ കവിൾ ചുവപ്പിച്ചു. ഹേയ്, ആർ യു ബ്ലഷിംഗ് ദർശ? പെണ്ണിൻ്റെ കുറുമ നിറഞ്ഞ ശബ്ദം കേട്ട് മുഖമുയർത്തി ജെല്ലിന് അടുത്തേക്ക് നോക്കിയവൻ. കമ്പിയിൽ പിടിച്ചു തന്നെ നോക്കി ചിരിയോടെ നിൽപ്പുണ്ട് തുമ്പി. ശിവയുടെ മുഖമൊന്ന് വിടർന്നു. ക്ലാസ്സിലുള്ളവർ എല്ലാം രണ്ടുപേരെയും വീഴ്ച നോക്കുന്നുണ്ട്. ഒരു പാവക്കുഞ്ഞു വന്ന് മുന്നിൽ നിൽക്കുന്ന പോലെയാണ് പലർക്കും തോന്നിയത്. കണ്ണുകൾ വിടർത്തി കൗതുകത്തോടെ നോക്കുന്നവൾ. അവളെ കണ്ടതും വേഗം പുറത്തേക്കിറങ്ങി ശിവ. അവൻ വരുന്ന കണ്ടതും ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ തൂങ്ങി തുമ്പി. ഒരു ചിരിയോടെ അവളെ തോളിലൂടെ കയറ്റി ചേർത്ത് പിടിച്ചവൻ. രണ്ടുപേരും മുന്നോട്ട് നടന്നു. അവനോട് നന്ദുവിൻ്റെ കാര്യം പറയണമെന്നുണ്ട് തുമ്പിക്ക്. വലിയ കാര്യത്തിൽ അവരോട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇനി അവൻ വിട്ടില്ലെങ്കിലോ എന്ന ചിന്തയാണ് പെണ്ണിന്. പറഞ്ഞു തുമ്പി. തുമ്പി അവനെ വീഴ്ച നോക്കി. എവിടെ? ആളെ മുന്നോട്ട് നോക്കി നടക്കുവാണ്. ഇവനും സൈഡിലും കണ്ണുണ്ടോ? തുമ്പിന്ന് ആത്മഗതിച്ചു. യു ആർ മൈൻ വേദ. എൻ്റെ തുമ്പി പെണ്ണിൻ്റെ മുഖമൊന്ന് മാറിയാൽ എനിക്ക് മനസ്സിലാകും. ശിവ വീണ്ടും അവൾക്കുള്ള ഉത്തരം എന്ന പോലെ പറഞ്ഞതും മുന്നോട്ട് ചെന്നവനെ ഇറക്കപ്പുണർന്നവൾ. പറഞ്ഞറിയിക്കാനാവാത്ത അത്ര സന്തോഷം തോന്നിയവൾക്ക്. പറയാതെ തന്നെ മനസ്സിലാക്കുന്നവൻ തൻ്റെ നെഞ്ചോട് ചേർന്നവളെ അവനും ഒരു ചിരിയോടെ ചേർത്ത് പിടിച്ചു. നന്ദുവിൻ്റെ കാര്യങ്ങളെല്ലാം ശിവയോട് പറയുമ്പോൾ തുമ്പിയുടെ കണ്ണും നിറഞ്ഞു. മറ്റൊന്നും കേൾക്കുക പോലും ചെയ്യാതെ അസ്വസ്ഥതയോടെ അവളെ നോക്കിയതേയുള്ളൂ ശിവ. ഡോണ്ട് ക്രൈ വേദ. വല്ലാത്ത ഗൗരവമുണ്ടായിരുന്നു ആ വാക്കുകളിൽ. പക്ഷെ തുമ്പിക്ക് ആ അവസ്ഥയിലും ചിരി വന്നു. അവൻ്റെ വാശിയാണ്, സ്വാർത്ഥതയാണ്, എല്ലാത്തിനും ഉപരി പ്രണയം. അവൻ പ്രണയിക്കുന്നത് ഇങ്ങനെയാണ്. എൻ്റെ ദർശ, ഞാനൊരു മനുഷ്യനല്ലേ? അപ്പോൾ സങ്കടം വരുമ്പോൾ കരയില്ലേ? തുമ്പി വലിയ കാര്യത്തോടെ പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും അതൊന്നും തന്നോടല്ല എന്ന മട്ടിലാണ് ശിവ. അലസമായി ചുറ്റും നോക്കി നിൽക്കുന്നവനെ കാണി തുമ്പിക്ക് ദേഷ്യം വന്നു. പോത്തിനോടാണോ താൻ ഈ വേദം ഓതുന്നത് എന്ന് ചിന്തിക്കാതിരുന്നില്ല പെണ്ണ്. അതേ ദേഷ്യത്തോടെ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ഒരു കൈയാൽ പെണ്ണെ എടുത്ത് പൊക്കി അവൻ അടുത്തുള്ള ഡെസ്കിലേക്ക് എഴുതി. മുഖം വീർപ്പിച്ച് നോക്കുന്നവളുടെ കവളിൽ പതിയൊന്ന് കടിച്ചു വിട്ടവൻ. അപ്പോഴും കൂർപ്പിച്ച് നോക്കിയതേയുള്ളൂ തുമ്പി. ഐ എം ഡാം സെൽഫിഷ് അബൌട്ട് യു. അതും നിനക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എന്തിനാണ് വേദ? മുഖത്ത് പതിക്കുന്ന അവൻ്റെ ചുടു നിശ്വാസത്തിൽ മിഴികൾ ഇറക്കി അടച്ചു കളഞ്ഞവൾ. തുമ്പിയുടെ കാലുകൾക്കിടയിലേക്ക് കയറി നിന്ന് അത്രമേൽ ചേർന്ന് നിന്നാണ് അവൻ്റെ ചോദ്യം. വാശിയോ ദേഷ്യമോ ഒന്നുമല്ലിപ്പോൾ. തന്നെ ഒന്നാകെ കൊത്തി വലിക്കുന്ന പോലെയുള്ള നോട്ടം. ദർശ, ദർശ, നന്ദു അവളുടെ പ്രശ്നം എനിക്ക് പരിഹരിച്ചു കൊടുക്കണം ദർശ. ഞാൻ ആരവേട്ടനോട് പറഞ്ഞ് സോൾവ് ആക്കാം. അതിനും വെറുതെ എന്ന് മൂളിയതേയുള്ളൂ ശിവ. നിന്റെ കണ്ണു നിറയുന്നതൊന്നും എനിക്ക് സഹിക്കില്ല തുമ്പി. അതിന് എന്താണെങ്കിലും ഞാൻ ബാക്കി വെക്കില്ല. മനസ്സിലായി ഓർത്തുകൊണ്ട് അവളെ വാശിയോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ. എതിർപ്പൊന്നും പറയാതെ അവൻ തന്നെ അനുസരിച്ചതിന് സന്തോഷത്തിൽ അവളും ആ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചു. തുമ്പിയെയും കുട്ടി നേരെ ശിവ പാർക്കിങ്ങിലേക്കാണ് പോയത്. ബാക്കി അഞ്ചും അവിടെ കാത്തു നിൽപ്പുണ്ട്. തുമ്പിക്കൊപ്പം വരുന്ന ശിവയെ കണ്ടതും അഞ്ചിനും മുട്ടിയിടിച്ചു തുടങ്ങിയിരുന്നു. ശിവയ്ക്കൊപ്പം നിൽക്കുമ്പോൾ തുമ്പിയെ നോക്കാൻ അവർക്കും പേടിയാണ്. അഫി പറഞ്ഞ ദ ഗ്രേറ്റ് ഡെവിൾ ഡോൺ ശിവദർശനെ അവർക്ക് നന്നായിട്ടറിയാം. പിന്നെ ചെക്കന് എപ്പോൾ എങ്ങനെ കുശുമ്പ് വരും എന്നും അവർക്കും അറിയില്ലല്ലോ. ദർശനം വരുമോ? തുമ്പി പ്രതീക്ഷയോടെ ചോദിക്കുന്നുണ്ട്. ഇല്ല, നിങ്ങളെ കൊണ്ടുപോകാൻ ഇപ്പോൾ കാർ വരും. എനിക്കൊരു ജോലി ബാക്കിയുണ്ട്. തുമ്പിയുടെ കവളിൽ ചുണ്ടു ചേർത്ത് അവൻ പറഞ്ഞതും തുമ്പി അവനെ ഒന്നും മനസ്സിലാവാതെ നോക്കി. അവൻ്റെ പേരല്ലാതെ മറ്റൊന്നും തനിക്ക് അറിയില്ലെന്ന് ഓരോ നിമിഷവും അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. താൻ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും അപ്പുറം എന്തുകൊണ്ടെന്നും ബുദ്ധിയുമില്ല അവൻ തന്നെ ദർശൻ മാത്രമാണെന്നും മനസ്സും ഒരുപോലെ ബാധിച്ചു കൊണ്ടിരുന്നു. തുമ്പി എന്തോ അവനോട് ചോദിക്കാൻ ഒരുങ്ങുന്നതിന് മുൻപ് തന്നെ കോളേജ് ഗേറ്റ് കടന്ന് ബ്ലാക്ക് BMW അവർക്ക് മുന്നിലായി വന്നു നിന്നു. ആറും ഒരുപോലെ മേഴിച്ചു നിൽക്കുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു ചിരിയുടെ അഫി പുറത്തേക്കിറങ്ങി. ചെല്ല്, അഫി കൊണ്ടുപോകും നിങ്ങളെ. ശിവ പറഞ്ഞുകൊണ്ട് അവളെ മുൻസീറ്റിലേക്ക് ഡോർ തുറന്ന് അവളെ കയറ്റിയിരുത്തി. ആ കണ്ണിൽ നിറയുന്ന ചോദ്യങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചു വിട്ടതാണവൻ. ആഫിക്കും സംശയം തോന്നിയിരുന്നു അവൻ്റെ പ്രവൃത്തിയിൽ. ഒരു നിമിഷം പോലും തുമ്പിയെ അകറ്റി മാറ്റി നിർത്താൻ ആഗ്രഹിക്കാത്തവനാണ് ഇന്നും അവളെ തങ്ങൾക്കൊപ്പം പറഞ്ഞു വിടുന്നത് എന്ന് അഫി ഓർത്തു. അഫി, ബി കെയർഫുൾ, ഓവർ സ്പീഡ് വേണ്ട. മുന്നറിയിപ്പ് പോലെ ശിവ പറയുമ്പോൾ അഫി ഒന്ന് തലയാട്ടി. തുമ്പിയെ തനിച്ച് വിടുന്നതിൻ്റെ അസ്വസ്ഥത അവനിൽ ആവോളമുണ്ട്. പൂർണ്ണ മനസ്സോടെയല്ല, അതെന്നും ഉറപ്പാണ്. ഞാൻ ശ്രദ്ധിച്ചോളാം ശിവ. അത്രയും പറഞ്ഞുകൊണ്ട് അഫിയും കാറിലേക്ക് കയറി. കാർ മുന്നോട്ട് പോകുമ്പോൾ ക്ലാസ് താഴ്ത്തി കൈവീശി കാണിക്കുന്നവളെ കാണുമ്പോൾ എത്രയ്ക്ക് പിടിച്ചു നിർത്തിയിട്ടും അവളെ പിരിഞ്ഞു നിൽക്കുന്നതിൻ്റെ സങ്കടം അവനിൽ നിറഞ്ഞു. അവൻ്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടതും കുറെ ഉമ്മകൾ കൈവച്ചു പറത്തി വിട്ടവൾ. വാടിയിരുന്ന മുഖത്ത് കുഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞത് എല്ലാവരും ഒരു അത്ഭുതത്തോടെ നോക്കി നിന്നു.